നമ്മൾ ആക്ഷനും ഹൊററും ത്രില്ലറും പോലുള്ള ജോണറുകളിലുള്ള സിനിമകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചുള്ളൂ. ഇനി അതൊന്ന് മാറ്റി പിടിക്കാം. ഒരു ഫീൽ ഗുഡ് സിനിമയെ പറ്റി ഇന്ന് സംസാരിക്കാം. 2007 ഷാങ് യാങ് സംവിധാനം ചെയ്ത് ഷാവോ ബെൻഷാൻ അഭിനയിച്ച് റിലീസായ ചിത്രമാണ് ഗെറ്റിംഗ് ഹോം. ആളുകളുടെ പേര് കേട്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ, ഇതൊരു ചൈനീസ് ചിത്രമാണ്. അതുപോലെ നമ്മുടെ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഷാവോ എന്ന നടൻ നമ്മുടെ ഇവിടുത്തെ ഇന്നസെന്റിനെയൊക്കെ പോലത്തെ ഒരു നടനാണ്. കോമഡിയാണ് ആളുടെ മെയിൻ. ഇനി സിനിമയിലേക്ക് വരാം. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണ് നമ്മുടെ നായകൻ സുഹൃത്തും. വളരെ പ്രാരാബ്ധം നിറഞ്ഞ അവസ്ഥയിലാണ് സുഹൃത്തുള്ളത്. അങ്ങനെ ഇരുവരും മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സുഹൃത്തു മരിക്കുന്നു. തന്റെ വീട്ടിൽ കുടുംബത്തിനൊപ്പം എത്തിക്കാമെന്ന് നമ്മുടെ നായകൻ സുഹൃത്തിന് വാക്കു നൽകുന്നു. ഫാക്ടറിയിൽ നിന്നും മുതലാളി കുറച്ച് പൈസയും ഏൽപ്പിച്ചു. അതൊക്കെയായി നമ്മുടെ നായകൻ തന്റെ സുഹൃത്തിനെയും ചുമന്ന് യാത്ര തിരിക്കുകയാണ്. കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു പ്ലോട്ടായിട്ട് തോന്നുന്നില്ല. അവരത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയും മനോഹരമാണ് എന്നുകൂടെ പറയാം. മരണമാണല്ലോ എന്ന് കരുതി സങ്കടവും കണ്ണീരുമായിരിക്കും എന്ന് കരുതണ്ട. നല്ലൊരു കോമഡി റോഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. പഴയ കാലഘട്ടം കൂടിയല്ലേ. പഴയത് എന്ന് പറഞ്ഞാൽ അത്ര പഴയതല്ല കേട്ടോ, 2007 കാലഘട്ടം. ഇവിടുന്ന് നാട് വരെ ബോഡി കൊണ്ടുപോകാനുള്ള വണ്ടിക്കാശ് എന്ത് തന്നെയാണെങ്കിലും ആശാന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ പല പ്രശ്നങ്ങളിലും ചെന്ന് പെടുകയാണ് നായകൻ. അവിടെ നിന്നെല്ലാം ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് അവസാനം ബോഡി എത്തിക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഇത് വെറും ഒരു കോമഡി ചിത്രം മാത്രമായിട്ട് കാണരുത്. ചിത്രം പറഞ്ഞു പോകുന്ന മറ്റു തലങ്ങൾ കൂടിയുണ്ട്. ചെറിയൊരു എക്സാമ്പിൾ പറയാം, അല്ലെങ്കിൽ വേണ്ട, അത് ചിലപ്പോൾ ആസ്വാദനത്തെ ബാധിക്കാനുള്ള ചെറിയ ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും ബസ്സിനുള്ളിൽ ഒരു സീനുണ്ട്. അത് കാണുമ്പോൾ ഏറെക്കുറെ നിങ്ങൾക്കും മനസ്സിലാവും. പിന്നീട് ഗ്രാമഭംഗിയും അവിടുത്തെ ആളുകളുടെ കൾച്ചറും സ്വഭാവവും, അങ്ങനെ സിനിമ കഥ പറഞ്ഞു പോകുന്ന ലെയറുകൾ വളരെ അധികമുണ്ട് എന്ന് തന്നെ പറയാം. ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേക പ്രശംസ അറിയിക്കുന്നുണ്ട് എന്നുകൂടി പറയട്ടെ. ഒരുപക്ഷെ ഈ ഒരു ചിത്രം നിങ്ങളിൽ പലരും കണ്ടു കഴിഞ്ഞതായിരിക്കും. കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്താൻ മറക്കില്ല. സിനിമയിലേക്ക് വന്നാൽ ഒട്ടും മുഷിപ്പിക്കാത്ത തരത്തിലുള്ള കഥ പറച്ചിൽ ശൈലിയാണ്. എന്നിരുന്നാലും ഒരു ന്യൂജൻ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഈ ചിത്രം നിങ്ങളെ നിരാശരാക്കില്ല. എന്നിരുന്നാലും അത്ര വലിയ ചിത്രമെന്നല്ല, ഒരു കുഞ്ഞു ചിത്രം. അത് നിങ്ങൾക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ട് കൂടി പറയാം. കോമഡിയും ഇമോഷൻസും എല്ലാം നിറഞ്ഞൊരു ഫാമിലി പടം എന്നൊക്കെ പറയൂലേ, അതുപോലെ ഒരെണ്ണം. ഈ ചിത്രം ഇതുവരെ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. ചിത്രം നിങ്ങളെ നിരാശരാക്കില്ല. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.